പ്രിയപ്പെട്ട കുട്ടികളെ, ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കെമിസ്ട്രി ഇക്വിലിബ്രിയം എന്ന യൂണിറ്റിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ സന്തുലനാവസ്ഥ, സന്തുലന സ്ഥിരാങ്കം, അവയുടെ പ്രത്യേകതകൾ, ഉപയോഗങ്ങൾ, ലേശാക്ലിയർ തത്വം, മർദ്ദം, താപനില എന്നിവ സന്തുലനാവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ആസിഡുകളുടെയും ബേസുകളുടെയും വിവിധ തത്വങ്ങൾ ഉപയോഗിച്ചുള്ള വിശദീകരണം, pH മൂല്യനിർണ്ണയം, KW, KA, KB എന്നീ കോൺസ്റ്റൻറ്റുകൾ എന്നിവയും വിശദമായി പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയോ? അവ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ക്ലാസിഫൈ ദ ഫോളോയിങ് സ്പീഷീസസ് ഇൻടു ലൂയിസ് ആസിഡ്സ് ആൻഡ് ലൂയിസ് ബേസസ് ആൻഡ് ഷോ ഹൗ ദീസ് ആക്ട് ആസ് സച്ച്. A. OH minus, B. F minus, C. H plus, D. BCl3. A. Hydroxyl ion is a Lewis base as it can donate an electron lone pair. B. Fluoride ion act as a Lewis base as it can donate any one of its 4 electron lone pairs. C. A proton is a Lewis acid as it can accept a lone pair of electron from bases like hydroxyl ion and fluoride ion. D. BCl3 act as a Lewis acid as it can accept a lone pair of electron from species like ammonia or amine molecules. Second question, calculate pH of a 1 into 10 raised to minus 8 molar solution of HCl for very dilute solutions. H3O plus ion concentration from ionization of HCl and from ionization of H2O is considered. That is, concentration of H3O plus equals 10 raised to minus 8 plus x. Then Kw equals 10 raised to minus 8 plus x into x, which is equal to 10 raised to minus 14. Then x square plus 10 raised to minus 8x minus 10 raised to minus 14 is equal to 0. From this, OH minus ion concentration equals x, which is equal to 9.5 into 10 raised to minus 8. So, POH equals 7.02. H plus ion concentration equals 10 raised to minus 8 plus 9.5 into 10 raised to minus 8, which is equal to 10.5 into 10 raised to minus 8, and pH equals 6.98. ഇന്ന് നമുക്ക് കോമൺ അയോൺ ഇഫക്റ്റ് എന്താണെന്നും എന്താണ് ബഫർ സൊല്യൂഷൻസ് എന്നും ലവണങ്ങളുടെ ഹൈഡ്രോളിസിസിനെ കുറിച്ചും സോലുബിലിറ്റി പ്രോഡക്റ്റിനെ കുറിച്ചും വിശദമായി പഠിക്കാം. അസറ്റിക് ആസിഡ് ഈസ് എ വീക്ക് ആസിഡ്. ഒരു വീക്ക് ആസിഡ് വളരെ കുറച്ച് മാത്രമായിരിക്കും അയോണൈസേഷൻ സംഭവിക്കുന്നത്. അൺഅയോണൈസ്ഡ് ആസിഡ് അതിലുണ്ടായിരിക്കും. ഈ ലായനിയിലേക്ക് സോഡിയം അസറ്റേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ സോഡിയം അസറ്റേറ്റ് ആ ലായനിയിൽ അസറ്റേറ്റ് അയോണുകളും Na+ അയോണുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അസറ്റേറ്റ് അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ലേശാക്ലിയർ തത്വം അനുസരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുകയും അവിടെ അസറ്റിക് ആസിഡിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അതായത് there is decrease in ionization of acetic acid and decrease in concentration of H+ ions. It is due to the presence of a common ion, that is CH3COO-. അതായത് അസറ്റേറ്റ് അയോൺ കോമൺ ആയി വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ അസറ്റിക് ആസിഡിൻ്റെ അയോണൈസേഷൻ കുറയുന്നു. ഈ രീതിയിൽ അയോണൈസേഷനിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. കോമൺ അയോൺ ഇഫക്റ്റ് ഈസ് ഷിഫ്റ്റ് ഇൻ ദ ഈക്വിലിബ്രിയം ഓൺ ആഡിംഗ് എ സബ്സ്റ്റൻസ് that provides more of an ionic species already present in the dissociation equilibrium. ഒരു കോമൺ അയോണിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഒരു സബ്സ്റ്റൻസിൻ്റെ അയോണൈസേഷനിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്.
ഒരു സോൾട്ട്, അതായത് ലവണം എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതെങ്ങനെ ഉണ്ടാകുന്നു എന്നും അറിയാം. ഒരു ആസിഡ് ബേസുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട്, അതായത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്ന് കിട്ടുന്ന പ്രോഡക്റ്റാണ് സോൾട്ട് അഥവാ ലവണം. ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ തിരിച്ചുള്ള പ്രവർത്തനത്തിനെയാണ് നമ്മൾ, അതായത് ഒരു സോൾട്ട് വാട്ടറുമായി രാസപ്രവർത്തനം നടന്ന് ആസിഡും ബേസും തിരികെ ഉണ്ടാകുന്നതിനെയാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. ഒരു സോൾട്ടിൻ്റെ, അതായത് ലവണത്തിൻ്റെ ഹൈഡ്രോളിസിസ് സംഭവിക്കുമ്പോൾ ആ ലായനിയുടെ pHൽ മാറ്റം വരുന്നു. ഇത് ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. ഒരു വീക്ക് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും സോൾട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് അസറ്റിക് ആസിഡും NaOHും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന സോൾട്ടായ സോഡിയം അസറ്റേറ്റ്, ഇത് ജലത്തിൽ അസറ്റേറ്റ് അയോണുകളും Na+ അയോണുമായി മാറുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന അസറ്റേറ്റ് അയോൺ ജലത്തിൽ ഹൈഡ്രോളിസിസ് നടന്ന് അസറ്റിക് ആസിഡ് തരുന്നു. അസറ്റിക് ആസിഡ് വളരെ വീക്കായിട്ടുള്ള ആസിഡാണ്. അതേസമയം ഈ ലായനിയിൽ OH- അയോണിൻ്റെ അളവ് കൂടുതലുണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ലായനി ഒരു ബേസിക് സ്വഭാവമുള്ള ലായനിയായിരിക്കും. അതിൻ്റെ pH 7നെക്കാളും കൂടുതലുമായിരിക്കും. സോഡിയം അസറ്റേറ്റ് സൊല്യൂഷൻ്റെ pH, ദാറ്റ് ഈസ് സൊല്യൂഷൻ ഓഫ് എ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ഈസ് ബേസിക്. നെക്സ്റ്റ് നമുക്ക് ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന സോൾട്ടിൻ്റെ ജലത്തിലെ ലായനിയുടെ സ്വഭാവം നോക്കാം. ഉദാഹരണമായി അമോണിയം ഹൈഡ്രോക്സൈഡും HClഉം തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന അമോണിയം ക്ലോറൈഡ് സോൾട്ട് ജലത്തിൽ NH4+ അയോണും Cl- അയോണുമായി മാറുന്നു. NH4+ ഹൈഡ്രോളിസിസ് നടന്ന് അമോണിയം ഹൈഡ്രോക്സൈഡ് രൂപം കൊള്ളുന്നു. ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് വളരെ വീക്കായിട്ടുള്ള ഒരു ബേസാണ്. അതിൻ്റെ അയോണൈസേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ലായനിയിൽ H+ അയോണുകളുടെ അളവ് കൂടുതലായിരിക്കും. അതായത് ഹൈഡ്രോളിസിസ് നടന്ന് നമുക്ക് ലഭിക്കുന്ന ലായനിയെ അസിഡിക് ആയിരിക്കും. അതായത് അതിൻ്റെ pH 7നെക്കാളും കുറവായിരിക്കും. pH ഓഫ് അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ ഈസ് ലെസ് ദാൻ 7 or it is acidic. It is common for all the salt of strong acid and weak base. നെക്സ്റ്റ് നമുക്ക് ഒരു വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് കൺസിഡർ ചെയ്യാം. ഉദാഹരണമായി അമോണിയം അസറ്റേറ്റ്. അസറ്റിക് ആസിഡും അമോണിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ രാസപ്രവർത്തനം നടന്നുണ്ടാകുന്ന സോൾട്ടാണ് അമോണിയം അസറ്റേറ്റ്. അമോണിയം അസറ്റേറ്റ് ജലത്തിൽ അസറ്റിക് ആസിഡും അമോണിയം ഹൈഡ്രോക്സൈഡുമായി മാറുന്നു. ഇവ രണ്ടും വീക്ക് ആസിഡും വീക്ക് ബേസുമാണ്. അവയുടെ ഡിസോസിയേഷൻ നടന്നുണ്ടാകുന്ന H+ഉം OH- അയോണുകളും ഏകദേശം ഒരേ അളവിലായിരിക്കും. ഇത്തരം ലായനിയുടെ pH കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഈ ലഭിക്കുന്ന വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും Ka വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. pH = 7 + ½ into pKa - pKb. അതായത് pKaയും pKbയും ആസിഡിൻ്റെയും ബേസിൻ്റെയും Ka വാല്യൂസിൻ്റെ നെഗറ്റീവ് ലോഗരിതം വാല്യൂസ് എടുക്കുമ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം പോസിറ്റീവ് ആണെങ്കിൽ ആ ലായനിയുടെ pH 7നെക്കാളും കൂടുതലായിരിക്കുകയും pKaയും pKbയും തമ്മിലുള്ള ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ അത്തരം ലായനിയുടെ pH 7, അതായത് 7നെക്കാളും കുറവായിരിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് pH of a solution formed from a salt of weak acid and weak base depends on the strength of the weak acid and weak base produced on hydrolysis. നെക്സ്റ്റ് ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിൻ്റെയും സോൾട്ട് കൺസിഡർ ചെയ്യാം. ഉദാഹരണമായി സോഡിയം ക്ലോറൈഡ്. നിങ്ങൾക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡും HClഉം തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന സോൾട്ടാണ് സോഡിയം ക്ലോറൈഡ്. കാറ്റയോൺസ് ലൈക്ക് Na+, K+, Ca2+, Ba2+, etc. of strong bases
and anions Cl minus, NO3 minus, Br minus, etc. of strong acids does not hydrolysis, but it only get hydrated. അതുകൊണ്ട് തന്നെ ഇത്തരം സോൾട്ടുകളുടെ സൊല്യൂഷൻസ് ന്യൂട്രൽ ആയിരിക്കും, അതായത് അവയുടെ പി എച്ച് 7 ആയിരിക്കും. സൊല്യൂഷൻസ് ഓഫ് salt formed from strong acids and bases are neutral. അടുത്തതായി നമുക്ക് ഒരു വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ട് സൊല്യൂഷൻ്റെ പി എച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. pKa ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് pKb ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആർ 4.76 and 4.75 respectively. Calculate pH of ammonium acetate solution. Equation for pH is 7 plus half into pKa minus pKb. That is 7 plus half into 4.76 minus 4.75, which is equal to 7 plus 0.005, that is equal to 7.005. Here pKa and pKb values difference is positive, then pH is slightly greater than 7. സാധാരണയായി നമ്മൾ ജലത്തിലേക്ക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ ആ ലായനി അസിഡിക് സ്വഭാവമുള്ളതും ജലത്തിലേക്ക് ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ അത്തരം ലായനികൾ ബേസിക് സ്വഭാവമുള്ളതുമായിരിക്കും. എന്നാൽ ചില ലായനികൾ ആസിഡ് ചേർത്താലും ആൽക്കലി ചേർത്താലും പി എച്ചിൽ മാറ്റമില്ലാതെ നിൽക്കുന്നു. അത്തരം ലായനികളെ പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻസ്. നമ്മുടെ ശരീരത്തിൽ ഉടനീളമുള്ള ബോഡി ഫ്ലൂയിഡായിട്ടുള്ള ബ്ലഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഫർ സൊല്യൂഷൻ. നമ്മുടെ ശരീരത്തിലെ ജൈവ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ബ്ലഡിൻ്റെ ഈ ബഫർ സ്വഭാവമാണ്. ബ്ലഡിൻ്റെ പി എച്ച് മൂല്യം 7.4 എന്ന വാല്യൂവിൽ സ്ഥിരമായി നിൽക്കുന്നു. സോ ബഫർ സൊല്യൂഷൻസ് ആർ solutions which resist change in pH on dilution or with addition of small amount of acid or alkali. Buffer solutions are of two types: acidic buffer and basic buffer. Acidic buffer is prepared by mixing a weak acid with a salt of weak acid with strong base. For example, mixing acetic acid with sodium acetate. It have a pH around 4.75. pH of a buffer solution can be calculated using Henderson-Hazel-Batch equation. For a weak acid HA plus H2O reversible H3O plus A minus, Ka equals H3O plus concentration into A minus concentration divided by HA concentration. From this, H3O plus concentration equals Ka into concentration of HA divided by concentration of A minus. Taking negative log throughout, we get pH equals pKa plus log into concentration of A minus divided by concentration of HA. Here concentration of A minus can be equated to concentration of conjugate base and concentration of salt. Then the equation becomes pH equals pKa plus log into concentration of conjugate base divided by concentration of acid. That is pH equals pKa plus log into concentration of salt divided by concentration of acid. For a basic buffer, we mix a weak base with a salt of weak base with strong acid. Mixing ammonium chloride and ammonium hydroxide, we get a basic buffer solution with pH 9.25. For a basic buffer,
Henderson-Hazelbach equation is POH equals pKb plus log concentration of conjugate acid divided by concentration of base. Here concentration of conjugate acid can be equated to the concentration of salt. Then POH equals pKb plus log concentration of salt divided by concentration of base. For an acidic buffer and basic buffer, pH of a buffer solution does not change with dilution because ratio of concentration of salt to concentration of acid or base does not change with dilution. ആസിഡിൻ്റെ കോൺസെൻട്രേഷനും സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റേഷ്യോ ഡൈല്യൂഷൻ നടത്തിയാലും മാറ്റമില്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബഫർ സൊല്യൂഷൻ്റെ pHന് ആ സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്നില്ല. അടുത്തതായി നമുക്ക് എന്താണ് സോലുബിലിറ്റി എന്ന് നോക്കാം. സോലുബിലിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് സോൾട്ട് സോലുബിൾ ഇൻ എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ഒരു നിശ്ചിത അളവ് ലായകത്തിൽ ലയിച്ചു ചേരുന്ന ലീനം അഥവാ സോൾട്ടിൻ്റെ അളവിനെയാണ് നമ്മൾ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ചില സോൾട്ടുകൾ വളരെ പെട്ടെന്ന് ലയിച്ചു ചേരുന്നു, എന്നാൽ മറ്റു ചിലവ വളരെ കുറച്ചളവിൽ മാത്രമായിരിക്കും ലയിച്ചു ചേർന്ന സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. സോലുബിലിറ്റിയുടെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 തരത്തിൽ പറയാം. സോലുബിൾ സോൾട്ട്, സ്ലൈറ്റ്ലി സോലുബിൾ സോൾട്ട്, സ്പാരിംഗ്ലി സോലുബിൾ സോൾട്ട്. ഇഫ് സോലുബിലിറ്റി ഓഫ് എ സോൾട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 0.1 മോളാർ, അതായത് വളരെ കൂടുതൽ ലയിച്ചു ചേരുന്നു, അവയെ നമ്മൾ സോലുബിൾ സോൾട്ട് എന്ന് പറയുന്നു. ഇഫ് സോലുബിലിറ്റി ഈസ് ഇൻ ബിറ്റ്വീൻ 0.01 മോളാർ and 0.1 molar, such salt are known as slightly soluble. If solubility is less than 0.01 molar, such substances dissolve in very small amount. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ലയിച്ചു ചേരുന്ന ഇത്തരം സോൾട്ടുകളെ നമുക്ക് സ്പാരിംഗ്ലി സോലുബിൾ സോൾട്ട് എന്ന് പറയാം. അടുത്തതായി നമുക്ക് സ്പാരിംഗ്ലി സോലുബിൾ സോൾട്ടുകളെ സംബന്ധിക്കുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയ സോലുബിലിറ്റി പ്രോഡക്റ്റ്, അതായത് KSP എന്താണെന്ന് നോക്കാം. ഒരു സ്പാരിംഗ്ലി സോലുബിൾ സോൾട്ടിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ അൺഡിസോൾവ്ഡ് ഇലക്ട്രോലൈറ്റും ആ ലായനിയിലുള്ള അയോണുകൾ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ബേരിയം സൾഫേറ്റിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ബേരിയം 2+ അയോണുകളും SO4 2- അയോണുകളും ഉണ്ടായിരിക്കും. ഇവിടെ ബേരിയം സൾഫേറ്റ് സ്പാരിംഗ്ലി സോലുബിൾ ആയതുകൊണ്ട് തന്നെ അൺഡിസോൾവ്ഡ് ഇലക്ട്രോലൈറ്റിൻ്റെ അഥവാ അൺഡിസോൾവ്ഡ് ബേരിയം സൾഫേറ്റിൻ്റെ അളവ് സ്ഥിരമായി നിൽക്കുന്നു. സോ ഇൻ ദ ഇക്വിലിബ്രിയം K ഈക്വൽസ് കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേരിയം സൾഫേറ്റ്. ബേരിയം സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബേരിയം സൾഫേറ്റ് can be taken as a new constant KSP or solubility product constant, which is equal to concentration of barium 2+ into concentration of SO4 2-. അതായത് സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ സ്പാരിംഗ്ലി സോലുബിൾ ആയിട്ടുള്ള സോൾട്ട് ഉണ്ടാക്കുന്ന സാച്ചുറേറ്റഡ് സൊല്യൂഷനിലെ അയോണുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രോഡക്റ്റാണ്. അതായത് സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പാരിംഗ്ലി സോലുബിൾ സോൾട്ടിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലുള്ള അയോണുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രോഡക്റ്റാണ്. ഓരോ കോൺസെൻട്രേഷൻ ടേമുകളും അവിടെയുള്ള ഡിസോസിയേഷൻ ഇക്വേഷനിലെ നമ്പർ ഓഫ് മോൾസ് പവറായി നമുക്ക് കൊടുക്കണം. അതായത് solubility product of a sparingly soluble salt at a given temperature is defined as product of concentration of its ions in the saturated solution, with each concentration term raised to a power equal to the number of times
the ion occurs in the equation representing the dissociation of the electrolyte. For a salt containing Mp plus ion and Xq minus ions Mxxy, dissociation equation gives Xmp plus Yxq minus. Here Ksp equals concentration of Mp plus raised to X into concentration of Xq minus raised to Y. അതായത് സോലുബിലിറ്റി പ്രോഡക്റ്റ് ഡിസോസിയേഷൻ ഇക്വേഷനിലെ അയോണുകളുടെ പ്രോഡക്റ്റാണ്. ഓരോ കോൺസെൻട്രേഷൻ ടേമിലും ഡിസോസിയേഷൻ ഇക്വേഷനിലെ നമ്പർ ഓഫ് മോൾസ് ആയ എക്സും വൈയും നമ്മൾ പവറായി കൊടുത്തിരിക്കുന്നു. എസ് മോൾ പെർ ലിറ്റർ ഇസ് എ സോലുബിലിറ്റി ഓഫ് ദ സോൾട്ട്. ദെൻ ദ സോൾട്ട് Mxxy പ്രൊഡ്യൂസ് X moles of M2 plus and Y moles of Xq minus. Concentration of Mp plus is taken as Xs and concentration of Xq minus is taken as Ys. Now substitute in the equation for Ksp Xs raised to X into Ys raised to Y, that is X raised to X into Y raised to Y into S raised to X plus Y. Here X and Y are number of cation and anion produced by the dissociation of the salt. കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. For AgCl, dissociation equation gives AgCl gives Ag plus Cl minus. Here concentration of Ag plus is S and concentration of Cl minus is also S. Then Ksp equals S square. Next example, nickel hydroxide, which is NiOH twice reversible Ni2 plus 2OH minus. Here S is the solubility of nickel hydroxide. Then nickel 2 plus concentration is taken as S and OH minus concentration is taken as 2S, that is X and Y are 1 and 2. Then Ksp equals 2 raised to 2 into 1 raised to 1 into S raised to 2 plus 1, which is equal to 4 into S raised to 3. Next, for Al2SO4 thrice, Al2SO4 thrice reversible 2Al3 plus 3SO4 2 minus. Here X is equal to 2 and Y is equal to 3. Then Ksp equals 2 raised to 2 into 3 raised to 3 into S raised to 2 plus 3, which on solving we get 108 into S raised to 5. അതായത് Ksp-യും എസ്സും തമ്മിലുള്ള ബന്ധം ഓരോ സോൾട്ടിൻ്റെയും ഡിസോസിയേഷനിലെ നമ്പറുകൾ അനുസരിച്ച് മാറി വരുന്നു. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് സോലുബിലിറ്റി ഓഫ് A2X3. Solubility product of A2X3 equals 1.1 into 10 raised to minus 23 for the salt A2X3, which gives 2A3 plus 3X2 minus. Here X is equal to 2 and Y is equal to 3. Then Ksp equals 108 into S raised to 5. From the value of Ksp, we can calculate solubility S by taking the fifth root. Fifth root of 1 into 10 raised to minus 25 equals 1 into 10 raised to minus 5 mole per liter. Common ion effect എങ്ങനെയാണ് ഒരു അയോണിക് സോൾട്ടിൻ്റെ സോലുബിലിറ്റിയെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. When ionic product value is greater than solubility product, precipitation of that salt takes place. This is known as salting out. Salting out of sodium chloride pure form from the impure sodium chloride solution is
made by applying this common ion effect, and by that we can make ionic product greater than solubility product. ഇതിനായി സോഡിയം ക്ലോറൈഡിൻ്റെ ഇംപ്യുവർ ആയിട്ടുള്ള ലായനിയിലൂടെ HCl ഗ്യാസാണ് കടത്തിവിടുന്നത്. HCl ഗ്യാസ് Cl- എന്ന് പറയുന്ന കോമൺ അയോണിനെ അവിടെ പ്രൊവൈഡ് ചെയ്യുകയും അതിൻ്റെ സാന്നിധ്യത്തിൽ അയോണിക് പ്രോഡക്റ്റ് KSP വാല്യൂവിനേക്കാളും കൂടുതലായി സോൾട്ടിംഗ് ഔട്ട് ഓഫ് പ്യുവർ NaCl സംഭവിക്കുകയും ചെയ്യുന്നു. ഒരു സോൾട്ടിൻ്റെ സോലുബിലിറ്റി pHനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. നമുക്ക് ചുറ്റും എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ കാരണം സംഭവിക്കുന്ന വളരെ വലിയൊരു പ്രശ്നമാണ് മാർബിൾ സ്റ്റാച്യൂസും മോണ്യുമെൻസുമെല്ലാം ആസിഡ് റെയിൻ കാരണം കൊറോഷൻ നടക്കുന്നത്. ഇവിടെ ഒരു വീക്ക് ആസിഡിൻ്റെ സോൾട്ടിൻ്റെ സോലുബിലിറ്റി കൂടുതൽ അസിഡിക് ആയ സാഹചര്യത്തിൽ വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ കൊറോഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ലോ pH കണ്ടീഷൻസിൽ ആനയോണുകളുടെ അളവ് പ്രോട്ടോണേഷൻ കാരണം കുറയുന്നു. അയോണിക് പ്രോഡക്റ്റ് കൂട്ടുന്നതിന് വേണ്ടി, അതായത് ആനയോണിൻ്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടി കൂടുതൽ ഡിസോസിയേഷൻ സംഭവിക്കുന്നു. ഉദാഹരണമായി കാൽഷ്യം ഫ്ലൂറൈഡിൻ്റെ ഡിസോസിയേഷൻ കൺസിഡർ ചെയ്താൽ കാൽഷ്യം ഫ്ലൂറൈഡ് സോളിഡ് gives calcium 2+ plus 2F-. If the solution is made more acidic, H3O plus F- gives HF plus H2O. Decrease in F- concentration is compensated by more and more dissolution of CaF2. ഇതോടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ലേ ഷാക്ലിയർ തത്വവും ആസിഡ് ബേസ് കൺസെപ്റ്റുകളും സോലുബിലിറ്റി പ്രോഡക്റ്റും മറ്റ് എല്ലാ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുകളും ശ്രദ്ധയോടെ പഠിക്കുക. നന്ദി.